ഹലോ ഹായ് ഡിയേഴ്സ്, സിന്ദൂരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണം. രാവിലെ ബസ്സിൽ കയറി എങ്ങോട്ടാണെന്നല്ലേ? എൻ്റെ വല്യമ്മയുടെ മോളുടെ തൈറോയിഡിന് സർജറി കഴിഞ്ഞിട്ട് 2 ആഴ്ച കൂടുതലായി. അപ്പോൾ അവൾക്ക് ഇന്നൊരു ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അവളെ കൂടെ പോകാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെ കാത്ത് കാരേറ്റ് വന്ന് നിൽക്കുകയാണ്. അവൾ മുതുവളയാണ് സ്ഥലം. അപ്പോൾ അവളും കാരേറ്റ് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാത്ത് നിന്ന് ആളെത്തി. നമ്മൾ ATM പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷേ അവിടുത്തെ ATM തുറന്നില്ല. അങ്ങനെ ബസ് കയറി കേശവദാസപുരത്ത് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് വേറൊരു ബസ് കയറി വേണം പോവാൻ. അങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇറങ്ങി. നമ്മൾ രാവിലെ ഓരോ ചായ മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബേക്കറി കയറി. അങ്ങനെ ഒരു സാൻഡ്വിച്ചും ഒരു ചിക്കൻ റോളും, എനിക്ക് ലൈം ജ്യൂസ് മതിയായിരുന്നു. അവൾക്ക് കോഫി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് കോഫിയും എത്തി. ഇനി നേരെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ നിന്ന് OP ടിക്കറ്റ് എടുക്കാൻ പോയി. OP ടിക്കറ്റ് നമുക്കിങ്ങനെ എറിഞ്ഞു തരികയാണ് ചെയ്തത്. നമ്മൾ ചാടി പിടിക്കണം. അങ്ങനത്തെ രീതിക്കാണ് നമുക്ക് എറിഞ്ഞു തന്നത്. ടോക്കണൊക്കെ എടുത്ത് ENT OPയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് രോഗിക്ക് മാസ്ക് ഇല്ല, എനിക്ക് മാസ്ക് ഉണ്ടെന്നാണ്. ഞാൻ ബാഗിലൊരു മാസ്ക് എടുത്തിട്ടിരുന്നു, അതുകൊണ്ട് അവൾക്ക് മാസ്ക് ഇല്ലായിരുന്നു. അങ്ങനെ ENT OPയിലേക്ക് പോയി. അപ്പോൾ എല്ലാ OPയിലും ഭയങ്കര തിരക്കാണ്. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അവർ തിരിച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് പറയുന്നത്. അവർ പറഞ്ഞു തരത്തുമില്ല. ആര് പറഞ്ഞു, ഇവിടെ നിന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് അവളുടെ ടോക്കൺ വിളിച്ചു. അങ്ങനെ അവൾ കയറി. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻഡോസ്കോപ്പിക്കുള്ള ബില്ലടയ്ക്കാനുള്ള ക്യൂ ആണ്. അപ്പോൾ അത് ബ്ലഡിനും എക്സ്റേക്കും എൻഡോസ്കോപ്പിക്കും ഒക്കെ ഒരേ ക്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ആളാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ക്യൂവിൽ നിന്നിട്ട് പിന്നെ അവൾ പോയി അവിടെ നിന്നു. അല്ലാതെ നമുക്ക് തോന്നെ നേരം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് ബില്ലൊക്കെ അടച്ചിട്ട് എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ എൻഡോസ്കോപ്പി എടുക്കുന്ന സ്ഥലത്ത് വന്ന് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ആ റിസൾട്ട് നമുക്ക് ENT OPയിൽ കാണിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് നമുക്ക് അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളുടെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും പേടിയാണ്. പേടിച്ചിട്ട് ആരും ഒന്നും ചോദിക്കാറില്ല അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളോട്. ആണുങ്ങളോട് മാത്രം അവർ പക്ഷേ ഒന്നും അധികമായിട്ട് സംസാരിക്കുന്ന കണ്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് നല്ലത് കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ OP ടൈമൊക്കെ കഴിയാറായതുകൊണ്ട് തിരക്കൊന്നുമില്ല. അങ്ങനെ അവൾ ഡോക്ടർ റിസൾട്ട് കാണിച്ചിട്ട് പുറത്തേക്ക് വന്നു. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഫാർമസി പോകണം. ഫാർമസി പോയി ക്യൂ നിന്ന് അങ്ങ് എത്തിയപ്പോഴാണ് പറയുന്നത് ഈ മരുന്നൊന്നും തന്നെ ഇവിടെ ഇല്ലയെന്ന്. ഇനി നമ്മളിതെല്ലാം പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കണം. പിന്നെ നമ്മൾ എന്തിനാണ് മെഡിക്കൽ കോളേജിൽ വന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനം നമ്മളെ വിടുന്നത് മെഡിക്കൽ കോളേജിലായിരിക്കുമല്ലോ. പിന്നെ പൈസ ഇല്ലാത്തവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയാണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാലും പല സാധനങ്ങളും പൈസ കൊടുത്ത് വാങ്ങിക്കണം. അങ്ങനെ ATM നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞത്. ഇങ്ങനെ 3 മണിയോളം ആയി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കിളിമാനൂർ ബസ് കയറി നഗരൂർ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൾ വീട്ടിൽ വരുന്നുണ്ട്. അമ്മയുടെ വല്യമ്മയുടെ മകൻ മരിച്ചതിൻ്റെ കുളിക്ക് പോകണം. അപ്പം വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് വല്യമ്മയുടെ കൂടെയാണ് പോകണം. അപ്പോൾ ഇവളെ കൂടെ തന്നെ അമ്മ ഇന്ന് അങ്ങ് മുതുവള പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. നമുക്ക് പെട്ടെന്ന് തന്നെ ആറ്റിങ്ങൽ ബസ് കിട്ടി. അങ്ങനെ നഗരൂർ ഇറങ്ങി ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.